ക്യാൻസർ ഈസ് നത്തിങ് ബട്ട് എ പാരസൈറ്റ് ഓൺ ദ ബോഡി. അത് നമ്മുടെ ശരീരത്തിന്റെ റിസോഴ്സസ് ഒരുപാട് വലിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. ഒരു 3 വർഷം മുമ്പ് വന്ന ഒരു പഠനം കാണിച്ചത്, പ്രധാന പഠനമാണ്, സർവൈക്കൽ ക്യാൻസർ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഔട്ട്കം മോശമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു കൺസേൺസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അടുത്ത കാലം വരെ ഇവൻ സർജൻസ് പോലും കീഹോൾ ശസ്ത്രക്രിയയിൽ നിന്ന് മാറിയുന്നത്. കീഹോൾ സർജറി എന്ന് പറഞ്ഞ ഒരു ഡബിൾ എഡ്ജ് സ്വോർഡാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് ഡോക്ടർ ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇവൻ റോബോട്ടിക്കിന് പോലും അത്രയില്ല. പക്ഷേ കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് ലേണിംഗ് കർവ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സമയത്ത് ഒരു ഓപ്പൺ സർജറി കൂടെ കടന്നുപോയൊരു വ്യക്തിക്ക് ആ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ലൈഫ് ലോങ് ആണ്. കാരണം ഒരു സർജറി കഴിഞ്ഞാൽ പിന്നെ ആൽമോസ്റ്റ് സെക്കൻഡ് സർജറി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഡിഫിക്കൽട്ട് ആണ്. പ്രത്യേകിച്ച് സർജൻസ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയാം. വയറ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് എല്ലാ ചെറുകുടലും മൺകുടലൊക്കെ ഒന്ന് ഒട്ടിയിരിക്കും. ഡോക്ടറെ സംബന്ധിച്ചിട്ട്, ക്യാൻസർ സർജനെ സംബന്ധിച്ചിട്ട് കീഹോൾ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതില്ലെങ്കിൽ ഒരുപക്ഷെ പേഷ്യൻസിനോട് ജസ്റ്റിസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. വെൽക്കം ബാക്ക് ടു വൈറ്റൽ വോയിസസ് ബൈ SP24. കീഹോൾ സർജറി നമ്മൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ്. ഇത് നമ്മുടെ ക്യാൻസർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ടേക്ക് വരുമ്പോൾ കീഹോൾ സർജറിയുടെ റോൾസ് എന്താണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതിന്റെ ലിമിറ്റേഷൻസ് എന്താണ് എന്നതിനെ പറ്റിയിട്ടെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി നമ്മളോടൊപ്പം ചേരുന്നു ഡോക്ടർ ചന്ദ്രമോഹൻ, അവർ സീനിയർ കൺസൾട്ടന്റ് ഓങ്കോ സർജൻ. വെൽക്കം ഡോക്ടർ ചന്ദ്രമോഹൻ ടു അവർ പോഡ്കാസ്റ്റ്. ഡോക്ടർ, നമ്മൾ കീഹോൾ സർജറി എല്ലാവരും കേട്ടിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ്. ബട്ട് അത് ക്യാൻസർ എന്നൊരു അസുഖത്തിലോട്ടേക്ക് വരുമ്പോൾ ഈ ചെറിയൊരു ഹോളിൽ കൂടി ഇത്രയും വലിയൊരു ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരും ഒരു കൺസേൺ ആണ്. അത് എല്ലാവർക്കും ആ കൺസേൺ വളരെ റിലവൻ്റ് ആണ്. കാരണം അടുത്ത കാലം വരെ കീഹോൾ ശസ്ത്രക്രിയ ക്യാൻസറിന് ചെയ്യാൻ പറ്റുമെന്ന് പലരും വിചാരിച്ചിരുന്നില്ല, ഇവൻ ഡോക്ടേഴ്സ് പോലും. മാത്രമല്ല ഇപ്പോൾ പോലും പല ക്യാൻസറുകൾക്കും കീഹോൾ ശസ്ത്രക്രിയ അംഗീകരിക്കപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ആമാശയ ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ, അപ്പം അതിന് കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ ട്രയലുകൾ കാണിച്ചിരിക്കുന്നത് കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് മെച്ചമൊന്നും ഇല്ലായിരുന്നു എന്നാണ്. പക്ഷേ അടുത്ത കാലത്തായിട്ട് ആമാശയ ശസ്ത്രക്രിയയും കീഹോൾ വഴി നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെ കൺസിഡർ ചെയ്ത് നമ്മൾ ഈ കീഹോൾ സർജറി ചെയ്യുന്നതിലൂടെ സ്പ്രെഡിങ് ചാൻസസ് കൂടുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ കീഹോൾ സർജറി ചെയ്യുന്നത് ഇപ്പം നമ്മൾ നോർമൽ ചെയ്യുന്ന സർജറിയെക്കാളും കീഹോൾ സർജറി ചെയ്യുമ്പോൾ ഇതിൻ്റെ റിക്കറൻസ് റേറ്റ് കൂടുമോ? ഇങ്ങനെയുള്ള കുറേ കൺസേൺസുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ എന്താണ് സാറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ? ഈ ഒരു കൺസേൺസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അടുത്ത കാലം വരെ ഇവൻ സർജൻസ് പോലും കീഹോൾ ശസ്ത്രക്രിയയിൽ നിന്ന് മാറിയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പോർട്ട് സൈറ്റ് റിക്കറൻസ് എന്ന് പറയും. നമ്മുടെ പോർട്ട് ഇടുന്ന സ്ഥലത്ത് അബ്ഡമിനകത്ത് നമ്മൾ പ്രഷർ കൂട്ടുന്നു, പ്രത്യേകിച്ച് അബ്ഡമിൻ്റെ ക്യാൻസറിൽ. അതിനുശേഷം പ്രഷർ വഴി ക്യാൻസർ സെൽസ് പുറത്തേക്ക് വരാം, ഒരുപക്ഷെ വൂണ്ടിലൊക്കെ വരാം. അങ്ങനെയൊക്കെ ആദ്യം കണ്ടിരുന്നു. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് കോളറക്ടൽ ക്യാൻസറാണ്. കോളറക്ടൽ ക്യാൻസർ ആണ് ആദ്യം കീഹോൾ വഴി നേരിടുന്ന ഒരു ക്യാൻസർ. അപ്പം ഇതിൽ പോർട്ട് സൈറ്റ് റിക്കറൻസ് കൂടുതലായിട്ടാണ് ആദ്യത്തെ സീരീസ് കാണിച്ചത്. അപ്പം ഒരു 10-30 വർഷം മുമ്പ് കീഹോൾ ശസ്ത്രക്രിയ ക്യാൻസറിന് നടത്താൻ പറ്റില്ല എന്ന് വരെ ശാസ്ത്രലോകം തന്നെ വിധി എഴുതിയായിരുന്നു. എന്നാൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറയുകയും പല മാർഗങ്ങളുണ്ട്. അതിപ്പോൾ അതൊരു പക്ഷേ ശസ്ത്രക്രിയയുടെ ടെക്നിക്കിലുണ്ടായ ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അഡ്ജുവൻ ട്രീറ്റ്മെൻറ്റിൻ്റെ വ്യത്യാസമായിരിക്കാം. അങ്ങനെ ആ കൺസേൺസ് ഒക്കെ ഇപ്പോൾ ഇല്ലായ്മ വന്നിട്ട് ഒട്ടുമിക്ക ക്യാൻസറുകൾക്കും കീഹോൾ ശസ്ത്രക്രിയ ഇന്ന് പ്രായോഗികമാണ്. അതിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ മുറിവുകളാണ്. അപ്പോൾ അകത്ത് എന്തുമാത്രം വലിയ ശസ്ത്രക്രിയ ആണെങ്കിലും മുറിവ് ചെറുതായിരുന്നാൽ പേഷ്യൻറ്റിന് അതിനോടുള്ള പെയിനും അങ്ങനത്തെ സിംറ്റം ഒക്കെ വളരെ കുറയും. കാരണം അകത്തെ സർജറി, ഞങ്ങൾ തന്നെ ഒരു കീഹോൾ, ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു ഈസോഫാഗസ് സർജറി, അതിൻ്റെ ഒരു കീഹോൾ ഈസോഫാഗോ ഗ്യാസ്ട്രെക്ടമി ഒക്കെ ചെയ്തതിന് ശേഷം പേഷ്യൻ്റ് പിറ്റേന്ന് രാവിലെ ഇരുന്ന് പത്രം വായിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ആശ്വാസമാണ്. കാരണം പുറത്തുള്ള മുറിവുകൾ അകത്ത് ചെയ്ത ഗ്രാവിറ്റിയുമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. പുറത്തുള്ള മുറിവുകൾ എന്താണോ അത്ര മാത്രമേ പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടൊരു അസുഖത്തിന്റെ ഒരു ബുദ്ധിമുട്ട് വരികയുള്ളൂ. ഓക്കെ. സോ അപ്പോൾ നമുക്ക് എല്ലാ ക്യാൻസർ കേസസിനും നമുക്ക് ഈ കീഹോൾ സർജറി പ്രിഫർ ചെയ്യാൻ പറ്റുമോ? അതിനെന്തെങ്കിലും നമുക്ക് തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്? അതാ ഞാൻ നേരത്തെ പറഞ്ഞു. കഴിഞ്ഞൊരു 30 കൊല്ലമായിട്ടാണ് കീഹോൾ ശസ്ത്രക്രിയയിലൂടെ നമ്മൾ കടക്കുന്നത്. 30 പോലും ഇല്ല, എനിക്ക് തോന്നുന്നു 20 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ പല ക്യാൻസറുകളിലും ഇത് പരീക്ഷിച്ച് നോക്കി. എന്നാൽ ഇപ്പോൾ പോലും എല്ലാ ക്യാൻസറിനും അത് ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ ഗുണമുണ്ടെന്ന് കണ്ടിട്ടില്ല. എല്ലായിടത്തും ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ഗുണമുള്ള ഇത് കണ്ടിട്ടില്ല. മാത്രമല്ല ചില അസുഖങ്ങൾക്കെങ്കിലും ചെയ്യുന്ന ദോഷമായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും നെഞ്ചിനകത്തും വയറ്റിനകത്തുമുള്ള അവയവങ്ങൾക്കാണ് ഈ കീഹോൾ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇപ്പം കോളറക്ടൽ ക്യാൻസർ, അതുപോലെ തന്നെ ഈസോഫാഗൽ ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ, ലങ് ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, ഇത്തരം ക്യാൻസറുകൾക്കൊക്കെ കീഹോൾ ശസ്ത്രക്രിയ യൂസ്ഫുൾ ആണ് കണ്ടിട്ടുണ്ട്. എന്നാൽ ചില ക്യാൻസർക്ക് പാടില്ല എന്ന് പറയും. ഒവേറിയൻ ക്യാൻസറിന് പാടില്ല. കാരണം ഒവേറിയൻ ക്യാൻസറിന് കീഹോൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സ്പില്ല് വരാനും അപ്സ്റ്റേജ് വരാനും ചാൻസ് ഉണ്ട്.
ഓക്കെ, അതായത് അത് റിക്കറൻസ് ആണ്. അതെ, കാരണം ഓവേറിയൻ ക്യാൻസറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഓവറിയിൽ ഉണ്ടാകുന്ന അത് മിക്കവാറും ഒരു സിസ്റ്റ് ആയിട്ടായിരിക്കും ക്യാൻസർ വരുന്നത്. അപ്പോൾ അത് മുഴുവൻ ഇൻടാക്റ്റ് ആയിട്ട് എടുത്ത് മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രിൻസിപ്പിൾ. അപ്പോൾ അത് ലാപ്രോസ്കോപ്പിയിൽ ചിലപ്പം സാധ്യമല്ലാത്തത് കൊണ്ട് ഓവറിയൻ ക്യാൻസർ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിൽ സ്പില്ല് വരാനും അപ്സ്റ്റേജ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കീമോതെറാപ്പി കൊടുക്കേണ്ടാത്ത പേഷ്യൻസിന് കീമോതെറാപ്പി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഓവറിയൻ ക്യാൻസറിന് ഇപ്പോൾ ആരും ചെയ്യാറില്ല. അതുപോലെ സെർവിക്കൽ ക്യാൻസറിനും കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് വന്ന ഒരു പഠനം പ്രധാന പഠനമാണ് കാണിച്ചത് ഈ സെർവിക്കൽ ക്യാൻസർ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഔട്ട്കം മോശമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഒട്ടുമിക്ക ക്യാൻസറുകൾക്കും സാധ്യമാണ്, എന്നാൽ ചുരുക്കം ചില ക്യാൻസറുകൾക്ക് ഇപ്പോഴും നമ്മൾ അവിടെ എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ സോ നമ്മൾ കേസ് സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ റിക്കറൻസ് റേറ്റിനാണെങ്കിലും ഒരു സ്പ്രെഡിങ് ചാൻസസിനാണെങ്കിലും ആ കേസ് ആപ്റ്റായിട്ട് സെലക്ട് ചെയ്താൽ അതൊന്നും ഇല്ലാണ്ട് തന്നെ സക്സസ് റേറ്റ് കംപ്ലീറ്റ്. അതോടൊപ്പം തന്നെ കീഹോളിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഡോക്ടറുടെ എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കീഹോൾ സർജറി എന്ന് പറഞ്ഞ ഒരു ഡബിൾ എഡ്ജ് സ്വോർഡാണ്. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് ഡോക്ടർ ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. സ്കിൽ കുറഞ്ഞ അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് കരിയറിൻ്റെ ആദ്യ ഭാഗത്ത് വരുമ്പോഴൊക്കെ ചെയ്യുന്ന ശസ്ത്രക്രിയക്ക് അത്രയും ഗുണം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിൽ ലേണിംഗ് കർവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാധാരണ ഓപ്പൺ ശസ്ത്രക്രിയക്ക് ഇത്രയില്ല, ഇവൻ റോബോട്ടിക്കിന് പോലും അത്രയില്ല. പക്ഷേ കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് ലേണിംഗ് കർവ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവൻ ഒരു ആവറേജ് സ്കില്ലോ ഡോക്ടർ പോലും ചെയ്യുമ്പം അത് ഓപ്പൺ സർജറിക്കാളും ചിലപ്പോൾ മോശമായിട്ട് വരാൻ സാധ്യതയുണ്ട്. സാർ, റോബോട്ടിക്കിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ റോബോട്ടിക് AI 3D ഇങ്ങനത്തെ കുറച്ച് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്. അപ്പം ഇത് ശരിക്കും ഈ കീഹോൾ സർജറിനെ പാത്ത് ഈസി ആക്കുന്നതാണോ? നമുക്കത് എത്രത്തോളം ഇതാണ് ഇപ്പോഴത്തെ ന്യൂ ടെക്നോളജീസിൻ്റെ ഇൻ്റർവെൻഷൻസ്? റോബോട്ടിക് ശസ്ത്രക്രിയ കീഹോൾ സർജറിയുടെ ഭാഗമല്ല, പക്ഷേ കീഹോൾ സർജറിയുടെ അടുത്ത സ്റ്റെപ്പാണ് റോബോട്ടിക് ശസ്ത്രക്രിയ. കാരണം കീഹോൾ സർജറിയിൽ ഒരു സർജൻ തന്നെയാണ് കീഹോൾ വഴി കാണുന്നതും ശസ്ത്രക്രിയ ചെയ്യുന്നതും. അപ്പോൾ സർജൻ്റെ ഇൻസ്ട്രുമെൻസും സർജൻ്റെ സ്കിൽ സെറ്റുമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ റോബോട്ടിക് ശസ്ത്രക്രിയയ്ക്ക് ഈ ശസ്ത്രക്രിയ ചെയ്യുന്നതും ഒരു മെഷീൻ്റെ പാർട്ട് വെച്ചിട്ടാണ്. അപ്പം മാത്രമല്ല അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ AI വരുന്നതോടെ ഒരു പക്ഷേ സർജറി ചെയ്യുന്നതും റോബോട്ട് തന്നെയായിരിക്കും. അപ്പം ഇന്നത്തെ നിലയിൽ റോബോട്ടിക് ശസ്ത്രക്രിയയിൽ സർജൻ്റെ റോളുണ്ട്, സർജനുണ്ട്. ആ സർജൻ ഒരു മെഷീൻ ഇൻ്റർഫേസ് വഴി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മുടെ വിരലുകൾ, അപ്പം അതിന് കുറേ ഡിഗ്രി, ഒരു 7 ഡിഗ്രി മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്പൺ ശസ്ത്രക്രിയയിൽ ഈ വിരലുകൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ്, കൈ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അത് കീഹോളിലേക്ക് വരുമ്പോഴത്തേക്ക് 2 സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഗ്രി ഓഫ് മൂവ്മെൻറ്റ് വളരെ കുറവാണ്. 3-4 ഡിഗ്രി ഓഫ് മൂവ്മെൻറ്റേ കാണുള്ളൂ. ഇപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം, നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം എടുക്കുന്നു അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നു. അപ്പം കൈ കൊണ്ട് ചെയ്യുന്നതിന് പകരം 2 സ്റ്റിക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് ചിലർക്ക് എളുപ്പമായിരിക്കും, ചില രാജ്യക്കാർക്ക് എളുപ്പമായിരിക്കും. അവരൊക്കെ തന്നെ ലാപ്രോസ്കോപ്പിയിൽ ഏറ്റവും മിടുക്കന്മാർ. റോബോട്ടിക് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ മൂവ്മെൻറ്റും ഉണ്ട്. അപ്പോൾ റോബോട്ടിൻ്റെ ആം ഇങ്ങനെ വേണമെങ്കിൽ വളയാം. എന്നാൽ നമ്മുടെ ലാപ്രോസ്കോപ്പി അത്രയും വളയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റോബോട്ടിക് എന്ന് പറഞ്ഞ ഒരു വിധത്തിൽ നേരത്തെ പറഞ്ഞ പോലെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. പക്ഷേ അതിന് റോബോട്ട് വേണം, അതിൻ്റെ എക്സ്പെൻസ് ഉണ്ട്. അപ്പം ലേണിംഗ് കർവും റോബോട്ടിൽ കുറവാണ്. അപ്പം ഈ കീഹോൾ ശസ്ത്രക്രിയ അതിൻ്റെ അടുത്ത ഘട്ടമാണ് റോബോട്ടിക്. അതിൻ്റെ അടുത്താണ് ഈ AI ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. ആ സമയമാകുമ്പോഴത്തേക്കും ഒരു പക്ഷേ മനുഷ്യൻ്റെ ആവശ്യമില്ലാതെ തന്നെ റോബോട്ട് ശസ്ത്രക്രിയ ചെയ്തെന്ന് വരാം. സോ നമുക്ക് ഈ കീഹോൾ സർജറി വഴി എത്ര വലിയ ട്യൂമർ ആണെങ്കിലും നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണോ? ചെറിയ ഹോൾ കൂടെ തന്നെ അതൊരു ചലഞ്ചാണെന്ന് പറഞ്ഞാൽ ഇപ്പം വലിയൊരു ട്യൂമർ ആകുമ്പോഴത്തേക്കും അത് എടുക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. കാരണം അത് കീഹോൾ വഴി നമ്മൾ മാറ്റിയാൽ തന്നെ ശരീരത്തിന് വെളി കൊണ്ടുവരണ്ടേ. അപ്പോൾ അതിന് ഇൻസിഷൻസ് വേണ്ടി വരും. അപ്പം പക്ഷേ ഒട്ടുമിക്ക ക്യാൻസറുകളും നമ്മൾ വിചാരിക്കുന്ന അത്രയും വലുത് സൈസൊന്നും ഉള്ളതല്ല. യൂട്രൈൻ ഫൈബ്രോയിഡോ അല്ലെങ്കിൽ ഓവേറിയൻ മാസൊക്കെ ആയിരിക്കും വലുതായിട്ടുള്ള. അല്ലാതെ മിക്ക ക്യാൻസർ, ഇപ്പോൾ ഈസോഫഗൽ ക്യാൻസറൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് ഏതാനും സെൻറ്റിമീറ്റർ മാത്രമേ കാണുള്ളൂ. അപ്പം ഒരു വലിയ ക്യാൻസറുകൾ നമുക്ക് റിട്രീവ് ചെയ്യുന്നതിന് പ്രയാസമായിട്ട് വരും. പക്ഷേ ഒരിക്കലും അത് ശരീരത്തിനകത്ത് വെച്ച് മോഡുലേറ്റ് ചെയ്യാനോ മുറിക്കാനോ പാടില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ക്യാൻസറിൻ്റെ സ്പ്രെഡ് കൂടും. അതേപോലെ നമ്മൾ ഈ കീഹോൾ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓപ്പൺ സർജറിയിലോട്ടേക്ക് മാറേണ്ടി അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ടോ? അതെന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷൻസ് ആണോ അതോ ഇറ്റ്സ് നോർമൽ തിങ് ആണോ? വരാറുണ്ട്. അത് ഡേഞ്ചറായിട്ടും വരാം, അല്ലാതെയും വരാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത് ഒരു വലിയ സ്പെസിമെൻ നമുക്ക് എടുക്കാൻ വയ്യ. അപ്പോൾ കീഹോൾ സർജറി ഒക്കെ ചെയ്തതിന് ശേഷവും അത്ര സാമാന്യം മോശമല്ലാത്തൊരു ഇൻസിഷൻ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അത് വെളി വരുള്ളൂ. രണ്ടാമത് കോംപ്ലിക്കേഷൻസ് ആണ്. നമുക്കിപ്പോൾ കീ ഹോൾ വഴി ചെയ്യുമ്പം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് പറ്റുന്നു, നമുക്ക് കുറച്ചുകൂടെ നല്ലോണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരുന്നു. അത് ചിലപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ മാത്രമല്ല നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും പല കാര്യങ്ങളും പ്രോപ്പർ ആയിക്കൊള്ളുന്നില്ല. കൺവേർഷന് വേണ്ടിയിട്ടുള്ള ലൈറ്റിംഗ് ശരിയാവുന്ന വരില്ല, റിട്രാക്ഷൻ ശരിയാവുന്ന വരില്ല. അപ്പോൾ മൊത്തത്തിൽ കണ്ടിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നിട്ട് കൺവേർഷൻ വരുത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു സക്സസ് റേറ്റ് കുറച്ച് കുറഞ്ഞായിട്ട് കാണുന്നുണ്ട്.
പക്ഷേ എന്നാലും ഒരു സീനിയർ ഡോക്ടർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഡോക്ടറെ സംബന്ധിച്ചിട്ടൊക്കെ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വഴി കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ സാധ്യത വളരെ കുറവാണ്. സോ നമ്മൾ അത്രയും പ്യുവറായിട്ട് കേസ് സെലക്ട് ചെയ്താൽ ഇങ്ങനെ ഇത്രയും കോംപ്ലിക്കേഷൻസ്. അതെ, കേസ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ലേണിംഗ് സ്കില്ലിൻ്റെ ആദ്യ സംശയം കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഈ പുരോഗമിക്കും തോറും അല്ലെങ്കിൽ എക്സ്പെർട്ട് ആവും തോറും പിന്നെ എല്ലാ കേസുകളും ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമ്മൾ കീ ഹോളിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് ബ്ലീഡിങ് കുറവാണ്, സ്കാർസ് കാണില്ല, ചെറിയ ഇൻസിഷൻ ഉണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഓവറോൾ ബെനിഫിറ്റ്സ്? ഇത് മൂന്നായിട്ട് പറയത്തിരിക്കാം. ഒന്ന് കീ ഹോൾ കൊണ്ട് പേഷ്യൻ്റ് ഉണ്ടാകുന്ന ബെനിഫിറ്റ്, രണ്ട് ഡോക്ടേഴ്സിനുണ്ടാകുന്ന ബെനിഫിറ്റ്, പിന്നെ അതല്ലാതെ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് കമ്മ്യൂണിറ്റി. അപ്പം മൂന്നാമത്തെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഈ അടുത്ത ജനറേഷനോട് പോകണം. നമുക്ക് AI കൊണ്ടുവരണം, ഓട്ടോമേഷൻ കൊണ്ടുവരണം. അത് കീ ഹോൾ വഴിയേ പോകാൻ പറ്റുള്ളൂ. അതൊരിക്കലും ഓപ്പൺ സർജറി നമുക്ക് നേരിട്ട് പോയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട്ടോ അല്ലെങ്കിൽ ഓട്ടോമേഷനിലോ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ആ ഒരു പാത്വേയുടെ സ്ക്രീൻസ് വേണം, റെക്കോർഡ് ചെയ്യണം, വ്യൂ കാണണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് ഡോക്ടേഴ്സിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ചും വളരെ ക്ലാരിറ്റിയുള്ള വിഷനാണ് കാണുന്നത്. അപ്പം നമ്മളൊരു 3D ലാപ്രോസ്കോപ്പി ഒരു വലിയ സ്ക്രീനിൽ കാണുന്നു എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാഴ്ചയില്ലായ്മ കൊണ്ടുള്ള എറേഴ്സൊക്കെ അവിടെ റെക്ടിഫൈഡ് ആവും. അതുപോലെ തന്നെ ഇപ്പം റൊബോട്ടിക് വരുവാണെങ്കിൽ ട്രമർ ഫിൽട്രേഷനും പറ്റും, നമുക്ക് ശസ്ത്രക്രിയ ചെയ്യാനും എളുപ്പമാണ്. എന്നാൽ പേഷ്യനുള്ള ഗുണം ഇതൊന്നുമല്ല. പേഷ്യനെ സംബന്ധിച്ച് വേദനയില്ല, പരമസുഖമാണ്. കാരണം നമുക്ക് അൺബിലീവബിൾ ആയിട്ടാണ് പേഷ്യൻ്റ് റിക്കവർ ചെയ്യുന്നത് ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോഴത്തേക്കും. നെക്സ്റ്റ് ഡേ തന്നെ വീട്ടിൽ പോകുന്ന രോഗങ്ങളുണ്ട്. നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യൻ്റ് ഭക്ഷണം കഴിക്കാൻ പറ്റും, പെയിൻ ഉണ്ടാവില്ല. ലോങ് ടേം കോംപ്ലിക്കേഷൻസ്, ഇങ്ങനെ വലിയ മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ ഹേർണിയ വരാം, മറ്റു കുഴപ്പങ്ങൾ വരാം, അത് കുറവാണ്. അപ്പം എങ്ങനെയാണ് നമ്മുടെ ബോഡിയുടെ സർഫസൊക്കെ ഇൻടാക്റ്റ് ആയിട്ട് തന്നെ പോകുന്നത് കൊണ്ട് പിന്നീട് ഹോസ്പിറ്റൽ സ്റ്റേയും അത് വളരെ കുറവാണ്. കാരണം ആവറേജ് അതാണ് ഇപ്പോൾ ആദ്യം തന്നെ കണ്ട ഒരു ഇത്. പേഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു, ഹോസ്പിറ്റൽ സ്റ്റേ നോർമൽ സർജറിക്കാളും. അതെ, വളരെയധികം രീതിയിൽ. അപ്പോൾ പേഷ്യൻസിനെ സംബന്ധിച്ച് അതുകൊണ്ടാണ് കീ ഹോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും നടക്കുന്നത്. ഇപ്പം ഇത്രയും ബെനിഫിറ്റ്സ് പേഷ്യൻസിന് കിട്ടുന്നുണ്ട്, പേഷ്യൻസിന് ഗുണമുണ്ട്. ഓക്കെ. നമ്മുടെ ഈ കീ ഹോൾ സർജറിക്ക് നമ്മുടെ നോർമൽ ഓപ്പൺ സർജറിനേക്കാളും ഡ്യൂറേഷൻ കൂടുതലാണോ ചെയ്യാൻ? ഡ്യൂറേഷൻ വളരെ കൂടുതലാണ്. അത് മാത്രമാണ് കാരണം പറഞ്ഞാൽ നമ്മളിപ്പം ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ മുറിവുണ്ടാക്കുന്നു, നമ്മൾ ആ ട്യൂമറിൽ പിടിക്കുന്നു, അതങ്ങ് എടുത്ത് കളയുന്നു. പക്ഷേ ഒരു കീ ഹോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ വലിയ ട്യൂമറിൻ്റെ ഒരു അംശം മാത്രമേ കീ ഹോളിൽ കൂടെ നമ്മൾ കാണുന്നുണ്ടാവുള്ളൂ. അത് വളരെ സ്ലോ ആയിട്ട് വേണം ഡിസെക്ട് ചെയ്യാനായിട്ട്. പക്ഷേ അത് സേഫ്റ്റി കൂടുതലാണ്. അതുകൊണ്ട് സേഫ്റ്റി കൂടുതലാണ്, മാത്രമല്ല ബ്ലഡ് ലോസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഓപ്പൺ സർജറിക്ക് പിന്നെ ഒരു 100 ml ബ്ലഡ് ലോസ് വരുമെങ്കിൽ കീ ഹോളിൽ വരുന്നത് ചിലപ്പം 5 ml ആയിരിക്കും. കാരണം വളരെ സ്ലോലി വെസൽസ് കണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈർഘ്യം കൂടുതലാണ്, സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്ന കാര്യത്തിന് അത്രയും. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദൈർഘ്യതയുടെ വിഷമം മാറിക്കിട്ടും. നമുക്കിപ്പം പേഷ്യൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ അത് കഴിയുമ്പോഴത്തേക്കും വളരെയധികം കുറയാൻ സാധ്യതയുണ്ട്. സാർ, ഈ കീ ഹോൾ സർജറി വഴി ഒരു പേഷ്യൻറ്റിൻ്റെ ഇതുപോലെ ട്യൂമർ റിസെക്ഷൻ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, ഒരു സക്സസ്സുകളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അതിൽ നമുക്ക് ഓർക്കാവുന്ന ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പ്രത്യേകിച്ചും കീ ഹോൾ ശസ്ത്രക്രിയ വളരെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ അത് നമുക്ക് തിരുവനന്തപുരത്ത് ലഭ്യമാക്കാനും വളരെയധികം പേർക്ക് അത് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന അനുഭവം, സാധാരണഗതിയിൽ ക്യാൻസർ രോഗവും ചികിത്സയെ കഴിയുമ്പോഴത്തേക്കും ഈ രോഗികൾ വലിയ ആക്റ്റീവായിട്ടുള്ള ജോലിയിൽ നിന്നൊക്കെ വിരമിക്കും. അപ്പം വിരമിക്കുകയും അതിനുശേഷം വളരെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് കഴിയുകയും ചെയ്യും. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഒരു നഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഞങ്ങളുടെ വീട്ടിൽ ഒരു കാർപ്പൻ്റർ, വീട് പണിയുന്ന മെയിൻ കാർപ്പൻ്ററാണ്, അപ്പോൾ അദ്ദേഹം സാറിൻ്റെ പേഷ്യൻ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ വിചാരിച്ചു ചെറിയ വല്ല അസുഖമായിരിക്കും. അസുഖം മാരകമായിരുന്നു, കാർസിനോമ ഈസോഫാഗസ് ആയിരുന്നു. ഈസോഫാഗൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ വളരെ മാരകമായ അസുഖമാണ്. അപ്പോൾ ഇയാൾക്ക് പിന്നെയാണ് ഞാൻ ഓർത്തത്, ഏതാണ്ട് വർഷം മുമ്പ് ഈസോഫാഗൽ ക്യാൻസറായിട്ട് ഭക്ഷണം കഴിക്കാതെ വന്ന ആളാണ്. അപ്പം നമുക്ക് കീ ഹോൾ വഴി ചെയ്യാനും അയാൾക്ക് അതുകൊണ്ട് തന്നെ അയാൾ കംഫർട്ടബിളായിട്ട് പെട്ടെന്ന് വിടാനും പറ്റി. മാത്രമല്ല തിരിച്ചു പോയിട്ട് കാർപ്പൻ്ററായിട്ട് ജീവിക്കുകയാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ ഇങ്ങനെ തിരിച്ച് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രിസർവ് ചെയ്തുകൊണ്ട് അത് കീ ഹോൾ മാത്രമല്ല, ഈവൻ ഓപ്പൺ സർജറി ആയാലും പറ്റും. പക്ഷേ കീ ഹോൾ ആകുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ ഈ മുറിവുകൾ ചെറുതാകുമ്പോഴത്തേക്കും പേഷ്യൻസിന് ലോങ് ടേം കോംപ്ലിക്കേഷൻസോ വൂണ്ട് വീക്ക്നെസ്സോ ഹേണിയേഷനോ ഒക്കെ വരാൻ ചാൻസ് കുറവാണ്. അപ്പം വളരെ കായിക ശക്തിയൊക്കെ, ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു പേഷ്യൻ്റ്, എപ്പോഴും ഞാൻ പറയുന്നൊരു പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ ലാപ്രോസ്കോപ്പിക് APR ചെയ്ത ഒരു ഹനീഫ എന്ന് പറഞ്ഞ ഒരാൾ. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം അല്ലാതെ സ്വന്തമായിട്ട് വോളണ്ടറി ചെയ്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ലാപ്രോസ്കോപ്പിക് APR ആണ് ചെയ്തത്, ഒരു പെർമനൻ്റായിട്ട് ബാഗ് വെച്ചിട്ടുള്ള. അപ്പം അതിനുശേഷം അദ്ദേഹം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബാഗ് യൂസ് ചെയ്യാതെ അത് പിന്നെ അതിൻ്റെ ഒരു ഇറിഗേഷൻ നടത്തിയിട്ട് ചുമ്മാ നടക്കുന്നു,
ഫുട്ബോൾ കളിക്കുന്നു, ടെന്നീസ് കളിക്കുന്നു, പുറത്ത് ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്നു, തിരിച്ചു വന്ന് ഹോട്ടൽ നടത്തുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഒരു ഇതിൽ പ്രത്യേകിച്ച് കീ ഹോളിലും ഈവൻ അല്ലെങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കീ ഹോളിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ പേഷ്യൻറ്റിന് ബെറ്റർ ലോങ് ടൈം കോംപ്ലിക്കേഷൻസ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതായത് അവർക്ക് തിരിച്ച് കംപ്ലീറ്റ് നോർമൽ ലൈഫിലേക്ക് വരാൻ പെട്ടെന്ന് പറ്റും. മറ്റത് കുറേ നാൾ നമ്മൾ റെസ്റ്റ് എടുത്ത് അവർ ഒരു ലൈഫ് മൈൻഡ് സെറ്റ് ഒക്കെ ഒന്ന് മാറുന്ന ആ ഒരു ടൈം പോലും ആ പേഷ്യന്റിന് കിട്ടുന്നില്ല. മാത്രമല്ല നമ്മളിപ്പോൾ ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ ഇപ്പം ശരീരത്തിൽ ഒരു സമയത്ത് ഒരു ഓപ്പൺ സർജറി കൂടെ കടന്നുപോയൊരു വ്യക്തിക്ക് ആ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ലൈഫ് ലോങ് ആണ്. കാരണം ആ മുറിവ് വലിയ ലോങ് ഇൻസിഷൻ കാണും, അവിടെ മറ്റേ ബവലൊക്കെ ഒന്ന് കുറച്ച് ഒട്ടിപ്പിടിക്കും, അതിനുശേഷം ചിലപ്പം സിംറ്റംസ് കാണും. ഏറ്റവും കൂടുതൽ ദൂഷ്യം ഉണ്ടാക്കുന്ന നമ്മുടെ ശരീരത്തിലിരുന്ന മുറിവുകളാണ്. ആ മുറിവുകൾ എന്ന് പറഞ്ഞാൽ ആ മുറിവിൻ്റെ മോളറ്റം മുതൽ താഴെയറ്റം വരെ മുഴുവൻ അബ്നോർമാലിറ്റിയാണ്. സ്കാർ കാണും, ടിഷ്യൂ കാണും. അപ്പോൾ അതിനുശേഷം ഇപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓപ്പൺ അപ്പൻഡിസെക്ടമി കഴിഞ്ഞിട്ട് പിന്നീട് ജീവിതകാലത്ത് ആഹാരം കഴിക്കാൻ നേരെ ചൊവ്വ കഴിക്കാത്തവരോട് എനിക്കറിയാം. കാരണം അത്രയും ഒരുപാട് പാർശ്വഫലങ്ങളാണ് ഒരു നെടുനീളൻ ഇൻസിഷനുള്ള ഒരു ഓപ്പൺ സർജറി ചെയ്യുന്നത്. പിന്നെ ലാപ്രോസ്കോപ്പി ഈ മുറിവുകൾ ചെറുതായതുകൊണ്ട് രോഗിക്ക് ഈ ഇത്തരത്തിലുള്ള കുടലിൻ്റെ ഒട്ടിപ്പിടുത്തമോ അല്ലെങ്കിൽ സ്കാറൊക്കെ വളരെ കുറവാകുന്നതുകൊണ്ട് പിന്നീടുള്ള കോംപ്ലിക്കേഷൻസും ലോങ് ടേം കംഫർട്ടും വരെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. മാത്രമല്ല എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു സെക്കൻഡ് സർജറി ചെയ്യണമെങ്കിൽ അത് വളരെ എളുപ്പമാണ്. കാരണം ഒരു സർജറി കഴിഞ്ഞാൽ പിന്നെ ആൽമോസ്റ്റ് സെക്കൻഡ് സർജറി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പം പ്രത്യേകിച്ച് സർജൻസ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയാം, വയറ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് എല്ലാ ചെറുകുടലും വൻകുടലൊക്കെ ഒന്ന് ഒട്ടിയിരിക്കും. അപ്പം ഈ കീഹോൾ ആണെങ്കിൽ ആ കുഴപ്പം കാണില്ല. അബ്ഡോമിൻ വളരെ ഒറിജിനായിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യാത്ത കണക്ക് ഇൻടാക്റ്റ് ആയിട്ട് കാണും. നമുക്ക് പിന്നീട് ചെയ്യാൻ എളുപ്പമാണ്. നോർമൽ സർജറിയിൽ ഒരുപാട് സ്റ്റിച്ചസും ഇടേണ്ടി വരാറുണ്ട്. കീഹോൾ സർജറിയിൽ അതുപോലെ സ്റ്റിച്ചസ് ഇടേണ്ട ആവശ്യം വരാറുണ്ടോ? അത് എത്രത്തോളമാണ് അതിൻ്റെ? അതെ, സ്റ്റിച്ചസിൻ്റെ കാര്യത്തിൽ കീഹോൾ ശസ്ത്രക്രിയകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിടെ വലിയ പ്രയാസമാണ്. അതിന് അവരുടെ സ്കിൽ സെറ്റ് നല്ല ആവശ്യമാണ്. സ്റ്റിച്ചുകൾ ആവശ്യമായിട്ട് വരാം. കാരണം സ്റ്റിച്ചില്ലാതെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൂടുതലും ഉപയോഗിക്കുന്ന ക്ലിപ്സ്, അതുപോലെ തന്നെ നമ്മുടെ എനർജി സോഴ്സസ്, ബ്ലീഡിങ് നിർത്താനുള്ള എനർജി സോഴ്സസ്, സ്റ്റേപ്ലേഴ്സ്. ഓക്കെ. അപ്പം അത് വെച്ചിട്ടാണ് പ്രത്യേകിച്ചും കരിയറിൻ്റെ തുടക്കത്തിൽ ലേണിംഗ് കർവിൻ്റെ ആദ്യമുള്ള സർജൻസൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ 3 കാര്യങ്ങളാണ്. കാരണം സ്റ്റിച്ചിടാനുള്ള കഴിവ് വളരെ ഡിഫിക്കൽട്ടാണ്. അതിന് പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കീഹോൾ വഴി കാണുമ്പം പ്രത്യേകിച്ച് 2D കാണുകയാണെങ്കിൽ ഒരു വളരെ ദൂരെയായിരിക്കും നമ്മൾ ആ ഇൻസ്ട്രുമെൻ്റ് പിടിച്ചിട്ട് തന്നെ ടിപ്പ് വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് മെനൂവർ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. അതിൻ്റെ ചെറിയ ആംഗുലേഷൻ കാണും. അപ്പോൾ നമ്മൾ നീഡിൽ ഡ്രൈവ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് കയറില്ല. അതൊക്കെ ഒരു പ്രയാസമാണ്. അപ്പം പലപ്പോഴും ഈ ആദ്യം ഒരു മിഡ് ലെവലിലുള്ള ആൾക്കാർക്ക് പോലും സ്റ്റിച്ചിങ് വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇൻസ്റ്റഡ് ആയിട്ട് സ്റ്റേപ്ലിംഗ് ആണ് നല്ലത്. ഇതൊരു പ്യൂർലി ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ആൻസറാണ്. കാരണം ഇത് ലേമാനെ സംബന്ധിച്ച് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ യങ് ഡോക്ടേഴ്സിനെ കുറിച്ചോ സർജിക്കൽ ട്രെയിനീസ് ഒക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ സ്റ്റിച്ചിടുന്ന വലിയ പാടാണ്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റിച്ചസ് കുറവായിരിക്കും അല്ലേ? സാധാരണഗതിയിൽ കുറവായിരിക്കും. കാരണം ഈ ശസ്ത്രക്രിയ ചെയ്യുമ്പം നമ്മൾ ഓപ്പൺ സ്റ്റിച്ച് ഇടുമ്പോഴത്തേക്കും അതിനൊരു സ്ക്രബിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. കണ്ടിന്യൂസ് സ്റ്റിച്ചൊക്കെ ഇടുമ്പോഴത്തേക്കും സ്റ്റിച്ച് ഇട്ടതിന് ശേഷം അത് ഒരാൾ പിടിച്ചു തരാൻ കാണും. ഇതൊന്നും ലാപ്രോസ്കോപ്പി നടക്കില്ല. കാരണം അതിനകത്ത് അസിസ്റ്റൻ്റിനോട് ഒരു വലിയ റോളില്ല. അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ നിലയിൽ ഈ സെൽഫ് ലോക്കിംഗ് ആയിട്ടുള്ള ബാർബ് ഉള്ള സ്റ്റിച്ചസ് അവൈലബിൾ ആണ്. അതൊരു പ്രാവശ്യം ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ആ സ്റ്റിച്ച് അവിടെ തന്നെ പിടിച്ചിരുന്നോളും. അപ്പോൾ ഈ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ടഫ് ജോബാണ് ലാപ്രോസ്കോപ്പിയിൽ. ഇപ്പോൾ ഈ കീഹോൾ സർജറി ഇപ്പം നമ്മൾ യൂഷ്വൽ ചെയ്യുന്ന നോർമൽ സർജറിനേക്കാളും കുറച്ചും കൂടെ നല്ല ബെനിഫിറ്റ്സ് കൂടുതലാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും പഠനങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഞങ്ങളൊരു പ്രൊപ്പൻസിറ്റി മാച്ച് അനാലിസിസ് നടത്തി റിയൽ ക്യാൻസർ സെൻ്ററിൽ. അപ്പം അതിൽ നമ്മൾ കീഹോൾ വേഴ്സസ് ഓപ്പൺ റെക്ടൽ ക്യാൻസറിന് ഞങ്ങൾ 200 പേഷ്യൻസിനെ പഠിച്ചു. അത് വളരെ ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ ഒരു ജേണൽ ഓഫ് സർജിക്കൽ ഓങ്കോളജിയിൽ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് 2 ഗ്രൂപ്പിൻ്റെയും സർവൈവൽ നോക്കിയപ്പോഴത്തേക്കും അതിൽ സ്റ്റാറ്റിസ്റ്റിക്കലി വലിയ സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ കൂടെ കീഹോൾ സർജറിക്ക് ബെറ്റർ സർവൈവലായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. മാത്രമല്ല റെക്ടൽ ക്യാൻസർ ബാധിച്ച ആൾക്കാരിൽ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരിൽ 86-87% പേര് ക്യൂർ ആവുന്നുണ്ട്. അതിൽ കീഹോളിന് ഒരു 3% കൂടുതലായിട്ട് ക്യൂർ ആവുന്നതായിട്ട് കണ്ടെത്തി. അത് ഡെഫിനറ്റ്ലി അതൊരു നല്ല ഒരു സൈൻ ആണ്. ഞാനും ഈക്വലാണെന്ന് വിചാരിച്ചുള്ളൂ, പക്ഷേ ആക്ച്വലി സർവൈവൽ കൂടുതലാണ്. നമ്മളിപ്പോൾ ഈ കീഹോൾ സർജറി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ കാര്യം നമ്മൾ ഈ സർജറി ക്യാൻസറിൻ്റെ സർജറി ചെയ്യുമ്പോൾ പോസ്റ്റ് സർജറിയുടെ കൂടെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും റേഡിയേഷൻ കീമോതെറാപ്പി ഒക്കെ ചെയ്യേണ്ടി വരും. കീഹോൾ സർജറിയിൽ ചെയ്യുന്നതിൻ്റെ കൂടെയും അത് അനിവാര്യമായിട്ട് വരാറുണ്ടെന്ന് ഇല്ല. അതിപ്പോൾ വരും. കീഹോൾ ആണെങ്കിലും അല്ലെങ്കിലും അഡ്ജുവൻ്റ് കൊടുക്കുന്നത് സെയിം ആണ്. അതിന് വലിയ വ്യത്യാസം വരില്ല. പക്ഷേ കീഹോളിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് പെട്ടെന്ന് തന്നെ നോർമൽ ആക്ടിവിറ്റി തിരിച്ചു വരുന്നു. കോംപ്ലിക്കേഷൻസ് കുറവാണ്.
അപ്പോഴത്തേക്ക് അഡ്ജൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും, നേരത്തെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കീഹോൾ ശസ്ത്രക്രിയയ്ക്കുണ്ട്. അപ്പം ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് നല്ലവണ്ണം സമയത്ത് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് ആകെ മൊത്തം ഓങ്കോളജിക്കൽ ക്യൂർ റേറ്റ് കൂടുതലായിരിക്കും. നമ്മൾ ഈ കീഹോൾ സർജറി ചെയ്യുന്നത് നമ്മളിപ്പം എല്ലാ പേഷ്യൻസിലും നമുക്കത് ചെയ്യാൻ പറ്റുമോ? അതെ, ഇപ്പം ഈ നല്ല വയസ്സ് പ്രായമുള്ള ആൾക്കാരിൽ, അതുപോലെ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടാവാം, ഹാർട്ട് പേഷ്യൻസ് ഉണ്ടാവാം, ഇതുപോലെ മെഡിക്കലി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഈ കീഹോൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? കീഹോളിന് റിലേറ്റീവ് റിസ്ക് കുറച്ച് കൂടുതലാണ്, കാരണം ടൈം കൂടുതൽ എടുക്കുന്നതുകൊണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അതിൻ്റെ ലോങ് ടേം എഫക്റ്റും ബാക്കിയുള്ള വൂണ്ട് കോംപ്ലിക്കേഷനും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈവൻ ഈ അൺഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഓപ്പൺ സർജറി ചെയ്യാൻ ഫിറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും കീഹോളും സാധ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സാധാരണ സൊസൈറ്റിയുടെ ഒരു കൺസെപ്റ്റ് വയസ്സായി കഴിഞ്ഞാൽ ക്യാൻസർ ശസ്ത്രക്രിയ അല്ലെങ്കിൽ കീഹോൾ താങ്ങില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായും തെറ്റാണ്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പല പേഷ്യൻസും 80 അതിനപ്പുറവും വയസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അത് പ്രത്യേകിച്ചും എന്തെല്ലാം അഡ്വാൻറ്റേജ് യങ്സ്റ്റേഴ്സിനുണ്ടോ അതെല്ലാം ഓൾഡീസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഉണ്ട്. എല്ലാവരും ഇപ്പം കൂടുതലും ചൂസ് ചെയ്യുന്നത് സ്കാർസ് ഉണ്ടാവില്ല, ഇത് കോസ്മെറ്റിക് ആയിട്ട് ചിന്തിക്കുന്ന, എസ്തെറ്റിക്കലി ബെനിഫിറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും കൂടുതൽ പേഷ്യൻറ്റിൻ്റെ വയസ്സ് നോക്കുമ്പോൾ കൂടുതൽ പേരും ചിന്തിക്കുന്നത്. അപ്പം അതിനപ്പുറം അത് മാത്രമായിരിക്കത്തില്ല. കാരണം കീ ഹോൾ എന്ന് പറയുന്നത് കുറച്ച് സൈഡ് എഫക്റ്റ് കുറഞ്ഞാണെന്നോ വേദന കുറഞ്ഞാണെന്നോ അവയർനെസ് അവർക്ക് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു അല്ലേ? വേദന ഉണ്ടെന്നൊക്കെ തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരൊന്നും കീ ഹോൾ ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രത്യേകിച്ചും എനിക്ക് കീ ഹോൾ ക്യാപ്പബിൾ ആയതുകൊണ്ട് പലപ്പോഴും പല പേഷ്യൻസ് എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അവർ ചോദിക്കാറുണ്ട് ഇതിനൊക്കെ കീ ഹോൾ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം പ്രത്യേകിച്ചും ഒരു ഡോക്ടറെ സംബന്ധിച്ചിട്ട്, ക്യാൻസർ സർജനെ സംബന്ധിച്ചിട്ട് കീ ഹോൾ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതില്ലെങ്കിൽ ഒരു പക്ഷേ പേഷ്യൻസിനോട് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല, പർട്ടിക്കുലർലി ക്യാൻസർ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ നോർമൽ സർജറി ഉണ്ടാവുമല്ലോ, അതായത് ഇപ്പോൾ ക്യാൻസർ അല്ലാത്തൊരു പേഷ്യൻസിന് കീ ഹോൾ ചെയ്യുന്നതും ക്യാൻസർ പേഷ്യൻസിന് കീ ഹോൾ സർജറി ചെയ്യുന്നതും തമ്മിലുള്ള എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് അവിടെ ഫേസ് ചെയ്യുക, ചലഞ്ചസ് എന്തെങ്കിലും ഫേസ് ചെയ്യാറുണ്ടോ? വളരെ നല്ല ചോദ്യമാണ്. കാരണം ക്യാൻസർ പേഷ്യൻസിന് പലപ്പോഴും വേറെ ചികിത്സ കഴിഞ്ഞിട്ടായിരിക്കും കീ ഹോൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് റേഡിയോ തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി ഇതൊക്കെ കഴിഞ്ഞിട്ട് കീ ഹോൾ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ചിലപ്പോൾ ഡിഫിക്കൽട്ടി കൂടി കാണാറുണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് തന്നെ ഒരുപാട് ചേഞ്ചസ് ബോഡി വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ അനസ്തീഷ്യ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പേഷ്യൻ്റെ വെൽബീയിങ് നോക്കുകയാണെങ്കിൽ, ക്യാൻസർ ഈസ് നത്തിങ് ബട്ട് എ പാരസൈറ്റ് ഓൺ ദ ബോഡി. അത് നമ്മുടെ ശരീരത്തിൻ്റെ റിസോഴ്സസ് ഒരുപാട് വലിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആൾറെഡി വീക്കായ പേഷ്യൻ്റെ പുറത്താണ് നമ്മൾ കീ ഹോളും മറ്റ് ശസ്ത്രക്രിയയൊക്കെ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ക്യാൻസർ അല്ലാത്ത ഒരാളുടെ അത്രയും ആരോഗ്യം ക്യാൻസർ രോഗിക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനുശേഷം ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ക്രിട്ടിക്കൽ കെയറും സപ്പോർട്ടും ഒക്കെ ഇതിൽ വളരെ പ്രധാനമായിട്ട് വരികയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ റിക്കറൻസ് റേറ്റ്, സ്പ്രെഡിങ് ചാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ക്യാൻസർ പേഷ്യൻസിന് സറൗണ്ട് ചെയ്ത് കിടപ്പുണ്ട് അല്ലേ? നമ്മൾ നോർമൽ ഒരു കേസ് അതിനേക്കാൾ വരി ഇപ്പം നമ്മുടെ ഒരു ക്യാൻസർ രോഗി വരുമ്പോഴത്തേക്കും ക്യാൻസർ രോഗി ആൾറെഡി ക്യാൻസർ ഉള്ള ആളാണ്, ചിലപ്പം കുറച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളാണ്. അപ്പം മൊത്തത്തിൽ ആരോഗ്യം മോശമായിരിക്കും. പിന്നെ ബാക്കി മോർബിഡിറ്റീസ് എൻ്റെ കൂടെ കാണാം. അപ്പം ഇപ്പോൾ ക്യാൻസറിലേക്ക് നയിക്കുന്ന കാരണങ്ങളും ഒരു ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്ന കാരണങ്ങളും ഒക്കെ സെയിമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പല കോമോർബിഡിറ്റികൾ കാണാം. അപ്പം ഇതൊക്കെ പുറമെ മറ്റൊരു സാധാരണ രോഗിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് തീർന്നോടെ കാര്യം. പക്ഷേ ക്യാൻസർ രോഗിക്ക് അങ്ങനെയല്ല. അതിനുശേഷം കീമോതെറാപ്പിയും റേഡിയേഷനൊക്കെ തുടങ്ങാനിരിക്കുന്നുള്ളായിരിക്കും. അപ്പോൾ അതിനുള്ള ഫിറ്റ്നസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വളരെ കറക്റ്റായിട്ട് കോംപ്ലിക്കേഷൻ ഇല്ലാതെ ശസ്ത്രക്രിയ ചെയ്യുക എന്നുള്ളത് ഒരു ക്യാൻസർ രോഗിയുടെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാർ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ നോർമൽ സർജറിയേക്കാളും കുറച്ച് ടൈം കൂടുതലെടുക്കും നമ്മൾ കീ ഹോൾ സർജറി. അത്രയും ഒരു എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്രോക്സിമേഷനോട് കൂടി ചെയ്യണമല്ലോ. അപ്പം ഏകദേശം എത്ര ടൈം ഡിഫറൻസ് ഉണ്ടാവും ഒരു നോർമൽ സർജറിയും കീ ഹോൾ സർജറിയും? സാധാരണ 2 സമയം എടുക്കും. കാരണം ഇപ്പോൾ ഓപ്പൺ സർജറി എന്ന് പറയുന്നത് നമ്മളൊരു സാധനം ഇതങ്ങോട്ട് എടുക്കുന്നു, മുറിക്കുന്നു, കളയുന്നു. കീ ഹോൾ നമ്മൾ പതുക്കെ അതിൻ്റെ നേരത്തെ വിശദമായിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ ഒരു സ്ഥലത്ത് പോയി അത് പതുക്കെ ഡിസെക്ട് ചെയ്ത് വരുന്നു. കാരണം അതിനപ്പുറത്തോട്ടൊരു നമുക്ക് അത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും. പക്ഷെ അതിൻ്റെതായ സേഫ്റ്റിയും പേഷ്യൻ്റ് ഉണ്ടായിരിക്കും. സോ നമ്മളൊരു നോർമലിനേക്കാളും ഒരു ഇരട്ടി ടൈം എടുക്കുന്നുണ്ട്. ബട്ട് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സ് കൂടുതലാണ്, സ്റ്റഡിയാണ്. യെസ്, ഓക്കെ. ഫസ്റ്റ് ഒരു കീ ഹോൾ സർജറി ചെയ്ത് കഴിഞ്ഞ് പേഷ്യൻ്റ് പോയിട്ട് വീണ്ടും ആ റിക്കറൻസ് വന്നിട്ട് വീണ്ടും നമുക്ക് ഒരു സർജറി ചെയ്യേണ്ടി വന്നാൽ നമുക്ക് കീ ഹോൾ സർജറി തന്നെ പോസിബിൾ ആയിരിക്കുമോ? ഇതിന് ഞാൻ ആദ്യം പാർട്ടിലി ഉത്തരം പറഞ്ഞു. കാരണം ഒരു അബ്ഡമിനകത്തോ അല്ലെങ്കിൽ ചെസ്റ്റിനകത്തോ ഏറ്റവും കുറച്ച് ചേഞ്ചസ് വരുന്ന ഒന്നാണ് കീ ഹോൾ ശസ്ത്രക്രിയ. അപ്പോൾ ഇതിന് ഒരു ചോദ്യം ഞാൻ ഇതിനു മുമ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, റിവിഷൻ ശസ്ത്രക്രിയ അതെപ്പോഴും കീ ഹോൾ ശസ്ത്രക്രിയയിലാണ് നമുക്ക് പിന്നെ ചെയ്യാൻ എളുപ്പമുള്ളത്. പക്ഷേ പിന്നത്തെ ശസ്ത്രക്രിയ കീ ഹോൾ ആണോ ഓപ്പൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീ ഹോൾ ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസം വരും. പക്ഷേ ചെയ്യാൻ പറ്റിക്കൊടുന്നില്ല. ഉദാഹരണത്തിന് ഒരു സാധാരണഗതി ഞങ്ങൾ ആദ്യമൊക്കെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ, വയറ്റിലൊരു ഓപ്പറേഷൻ ചെയ്തു, അങ്ങനെയുള്ള ആളിന് കീ ഹോൾ ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് ആദ്യഘട്ടങ്ങളിൽ ഡോക്ടേഴ്സ് മടിച്ചിരുന്നു. കാരണം അബ്ഡമിനകത്ത് സ്കാറുണ്ട്,
അപ്പം നമുക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് കുടലിൻ്റെ ഭാഗങ്ങൾ ഒട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആദ്യം ഓപ്പൺ സർജറി മാത്രമേ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ പലപ്പോഴും പുറത്ത് മറ്റ് ആശുപത്രികളിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് വരുന്ന അസുഖങ്ങൾ പോലും നമുക്ക് കീഹോൾ വഴി നീക്കം ചെയ്യുന്നതിന് പറ്റാറുണ്ട്. റിവിഷൻ സർജറി കീഹോളിൽ പോസിബിളാണ്, ബെറ്ററാണ്. പക്ഷേ റിവിഷൻ കീഹോൾ സർജറി കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷേ അതും പോസിബിളാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ചില സർജറി കഴിയുമ്പോൾ ഫെർട്ടിലിറ്റിയിൽ ഡിസ്ഫങ്ഷൻസ് വരാറുണ്ട് എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ അത് ഈ കീഹോൾ സർജറി ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നുണ്ടോ അതിൽ? അസിയ വളരെ റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. കീഹോൾ സർജറി ചെയ്യുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷൻ വളരെ ആക്യുറേറ്റ് ആണ്. പെൽവിക് സർജറീസ് ഇപ്പോൾ കാൾസിനോമ റെക്ടം ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈനക് സർജറി ആയാലും അവിടെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു ഞരമ്പുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്, നെർവ്സ്. അപ്പോൾ അത് കീഹോൾ സർജറിയിൽ മാഗ്നിഫിക്കേഷൻ കാരണം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് പ്രിസർവ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും അതിൻ്റെ ഡിസ്ഫങ്ഷൻ കുറയുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഈ മെയിൽസിൽ ഈ ഇൻഫീരിയർ ഹൈപ്പോഗാസ്ട്രിക് പ്ലെക്സസ്, ഹൈപ്പോഗാസ്ട്രിക് നെർവ്സ് ഒക്കെ കുറച്ച് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് ഓപ്പൺ സർജറിയിൽ. കാരണം ഓപ്പൺ സർജറിയിൽ ആ നെർവുകൾ കാണാൻ കൂടെ സാധ്യമാണ്. പക്ഷേ കീഹോൾ ശസ്ത്രക്രിയയിൽ അത് കാണാൻ പറ്റുകയും അത് പ്രിസർവ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്കും അതിന് ശേഷം ഉണ്ടാകുന്ന ചില കുറവ്, റിട്രോഗ്രേഡ് എജാക്കുലേഷൻ വരാം, സ്പെം കൗണ്ട് കുറയാം, അതൊക്കെ കീഹോൾ സർജറിയിൽ വളരെ കുറവായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെർട്ടിലിറ്റി പ്രിസർവേഷനും ഈവൻ സെക്ഷൽ പൊട്ടൻസിക്കും ഒരുപക്ഷെ കീഹോൾ സർജറി കൊണ്ട് ഗുണമുണ്ടായെന്ന് വരാം. ഓക്കെ സാറിന് ഫൈനലായിട്ട് നമുക്കിപ്പം കീഹോൾ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡിസിഷൻ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അതല്ല അതിനെപ്പറ്റി സ്കെയർഡായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് എന്താണ് സാറിന്? വളരെ കുറച്ച് പേര് മാത്രമേ കീഹോൾ വേണമെന്ന് പറയാറുള്ളൂ. അപ്പോൾ കീഹോൾ വേണമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ കീഹോൾ ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാണ്, അതിൽ ആ ഡോക്ടറുടെ സ്കിൽ സെറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ലേണിംഗ് കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കീഹോൾ ശസ്ത്രക്രിയ ചൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ലേണിംഗ് കർവ് ചെയ്തുള്ള സീനിയർ ഡോക്ടറിനെ സെലക്ട് ചെയ്യാൻ. അതാണ് പബ്ലിക്കിനുള്ള അഡ്രസ്സ്. കാരണം കീഹോൾ ശസ്ത്രക്രിയ സേഫാണ്, സേഫ് hands of the doctors. Thank you, Dr. Chandramohan sir, for sharing every details regarding the keyhole surgery in oncology. So എല്ലാവർക്കും ഒരുപാട് ഡൗട്ടുകളും കൺസേൺസുകളും ഉള്ള ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഒത്തിരി ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നതിന് ഒത്തിരി താങ്ക്സ്. Thank you, Asiya.